നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഒരു ഹോട്ടലിൻ്റെ പരസ്യമാണ്. ഗുരുവായൂർ അമ്പലത്തിന് അരികെയുള്ള സ്ഥിതി ചെയ്യുന്ന ഒരു ഹോട്ടൽ. ആ ഹോട്ടലിൻ്റെ പരസ്യമെന്ന് പറയുന്നത് വളരെയധികം ആഭാസം നിറഞ്ഞൊരു പരസ്യമാണ്. എന്നാൽ ദ്വയാർത്ഥത്തിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളൊരു പരസ്യമാണ്. മറ്റൊന്നുമല്ല, പരസ്യം തത്വമയി ന്യൂസ് എന്തായാലും പ്രേക്ഷകരോട് അതിൻ്റെ വീഡിയോ പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ ഹോട്ടലിനൊരു പരസ്യമോ അല്ലെങ്കിൽ ആ പരസ്യത്തിൻ്റെ ഒരു എൻഡോഴ്സ്മെൻറ്റോ ആയിട്ട് ഈ വിശകലനം മാറരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്യത്തിൻ്റെ ഒരു പശ്ചാത്തലം പറയാം. മാദകമായി വേഷം ധരിച്ചൊരു സ്ത്രീ, സാരിയും ബ്ലൗസുമൊക്കെ ധരിച്ചൊരു സ്ത്രീ, നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുമായി ചെസ്സ് കളിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മണിക്കൂറിന് ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് മുറി കിട്ടും, 2 മണിക്കൂറത്തേക്ക് ഇത്ര രൂപ, 6 മണിക്കൂറത്തേക്ക് ഇത്ര രൂപ, ഒരു മുഴുവൻ ദിവസത്തേക്ക് ഇത്ര രൂപ എന്നുള്ള കുറഞ്ഞ തുകയ്ക്ക് റൂമുകൾ നൽകുന്ന, വാടകയ്ക്ക് നൽകുന്ന ഒരു ഹോട്ടലിനെ സംബന്ധിച്ച പരസ്യമാണത്. അതിൽ ഈ ചെസ്സ് കളി അവിടെയാണ് ഈ ദ്വയാർത്ഥം വരുന്നത്. ചെസ്സ് അവിടെ പ്രസക്തമേ അല്ല, അതിന് ശേഷമുള്ള പദമാണ് അവിടെ പ്രസക്തം. ഓയോ പോലൊരു സംവിധാനമാണത്. പക്ഷേ ഇതിൻ്റെ പ്രസക്തമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിന് അരികിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഇത്തരത്തിലുള്ളൊരു പരസ്യം ഇറക്കുവാൻ അവർ ധൈര്യപ്പെട്ടത്. അടിസ്ഥാനപരമായി പ്രേക്ഷകരൊന്ന് ചിന്തിച്ചു നോക്കൂ. പൊന്നാനിക്കരികിൽ മുസ്ലിം വേഷധാരിയായ അഭായയും ബുർഖയും ധരിച്ചൊരു സ്ത്രീയാണ് ഇതേ വാചകങ്ങൾ പറഞ്ഞ് ഒരു പരസ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തത്. ആ ഒരു ഹോട്ടൽ അവിടെ സ്ഥിതി ചെയ്യുന്നു. അങ്ങനൊരു സാഹചര്യത്തെക്കുറിച്ചൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ഇന്ന് രാവിലെ ആ വീഡിയോ ഇറങ്ങുന്നു. ഉച്ചയാകുമ്പോഴേക്കും വേണ്ടപ്പെട്ട അധികൃതരെത്തി ആ ഹോട്ടൽ സീൽ ചെയ്തിട്ടുണ്ടാവും. ഇനി അത്തരത്തിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ആ ഹോട്ടൽ കത്തിച്ചിട്ടുണ്ടാകും. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകില്ലേ? ഉണ്ടാകും, ഉറപ്പാണ്. ഇല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലൊരു വിഡ്ഢി ലോകത്തില്ല എന്ന് തിരികെ എനിക്ക് പറയേണ്ടി വരും. ഇനി ഈ പരസ്യത്തിനുമപ്പുറത്തേക്ക് ഗുരുവായൂരിനെ ചുറ്റിപ്പറ്റി ഏറെക്കാലമായി ഒരുപാട് വിവാദങ്ങളും ഒരുപാട് ചതികളും നടക്കുന്നുണ്ട് എന്നുള്ളത് കാലാകാലങ്ങളിൽ നാം കണ്ടതാണ്. പ്രേക്ഷകരെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ഒരു ജിഹാദി, അബ്ദുൾ ഹക്കീം എന്ന പേരുള്ള ജിഹാദി സ്വന്തം ഗുഹ്യരോമം പറിച്ച് ഗുരുവായൂരിനരികെയുള്ള തുളസിത്തറയിൽ നിക്ഷേപിക്കുന്ന വീഡിയോ വൈറലായിട്ട് അധികം കാലമായിട്ടില്ല. ഈ അബ്ദുൾ ഹക്കീം എന്ന ജിഹാദി അവിടെ ഒരു ഹോട്ടൽ നടത്തുകയായിരുന്നു. അതിൻ്റെ ഉടമയാണ്. അത്തരത്തിലൊരു സംഭവം വൈറലായി പരാതികൾ നിരവധി ഉയർന്നപ്പോൾ ആദ്യം സംഭവിച്ചതെന്താണ്? തൃശ്ശൂർ പോലീസ് കമ്മീഷണർ തന്നെ രംഗത്ത് വന്ന് അയാൾ മനോരോഗിയാണ്, ഇത്തരത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകും എന്നുള്ളൊരു ഭീഷണി മുഴക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് പരാതിക്കാർ, ഇതിന് പരാതിയുള്ള സാമൂഹ്യ പ്രവർത്തകർ കോടതിയെ സമീപിക്കുകയും കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനമുണ്ടാവുകയും അതിനു മുൻപ് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലീസുകാർ പറയുന്നത് പോലെ ഇയാളൊരു മാനസിക രോഗിയാണെങ്കിൽ ഇയാളുടെ ഹോട്ടലിൻ്റെ ലൈസൻസ് ഇയാളുടെ പേരിൽ എങ്ങനെ ലഭിച്ചു? ഈ മാനസിക രോഗി നടത്തുന്നൊരു ഹോട്ടലിലെ ആൾക്കാർ എന്ത് വിശ്വസിച്ച് ഭക്ഷണം കഴിക്കുവാൻ കയറും? തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ രൂക്ഷമായ ഭാഷകളിൽ ഉന്നയിച്ചു തുടങ്ങിയപ്പോഴാണ് പോലീസ് ഒന്ന് പിന്നോക്കം വലിഞ്ഞതും കോടതി ഇതിൽ ഇടപെട്ടതും. കോടതി ഇടപെട്ട് കൃത്യമായ നിയമ നടപടികൾ ഈ ജിഹാദിക്കെതിരെ എടുക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇനി മറ്റൊരു സംഭവം പറഞ്ഞു. ഏപ്രിൽ 22-ാം തീയതി 2026 ഏപ്രിൽ 22-ാം തീയതി 2 മാസങ്ങൾക്ക് മുമ്പ്, 2 മാസങ്ങൾ തികഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കശ്മീരി യുവാവിനെ അല്ലെങ്കിൽ ഒരു മധ്യവയസ്കനെ, 46 വയസ്സായിട്ടുള്ള താരിഖ് അൻവർ എന്നും മുഷ്താഖ് അഹമ്മദ് പണ്ഡിറ്റ് എന്നും പോലീസ് തന്നെ മാറി മാറി പേര് പറഞ്ഞ ഒരു വ്യക്തിയെ, താരിഖ് അൻവർ എന്നാണ് അയാളുടെ ഔദ്യോഗിക നാമമെന്നാണ് അവസാനമായിട്ട് അറിയുവാൻ കഴിഞ്ഞത്. കശ്മീരിലെ നൗഖാം സ്വദേശിയാണ്. ഈ നൗഖാം എന്നുള്ളത് അനന്തനാഗിലെ കുപ്വാര പ്രദേശത്തുള്ളതാണ്, ഒരു ഗ്രാമമാണ്. ആ നൗഖാമിലെ സ്വദേശിയായ താരിഖ് അൻവർ പോലീസ് തന്നെ ആദ്യം മുഷ്താഖ് അഹമ്മദ് പണ്ഡിറ്റ് എന്നുള്ള, പണ്ഡിറ്റും കൂടി ചേർത്ത്, പണ്ഡിറ്റ് എന്നുള്ളത് ബ്രാഹ്മണന്മാരെ സൂചിപ്പിക്കുക, കശ്മീരി പണ്ഡിറ്റുകളെ സൂചിപ്പിക്കുന്ന പദമായതുകൊണ്ടായിരിക്കാം പോലീസുകാർ അങ്ങനെ ചേർത്ത് ആദ്യം ഒരു പേര് പ്രചരിപ്പിച്ചത്. ഔദ്യോഗികമായി അവരാരും പറഞ്ഞിട്ടില്ലെങ്കിൽ പല മാധ്യമങ്ങളിലും ആദ്യം പുറത്തു വന്ന പേരതാണ്. പക്ഷേ അയാളുടെ യഥാർത്ഥ പേര് താരിഖ് അൻവർ എന്നാണ്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്ത് മിഠായി വിതരണം ചെയ്യുന്ന രീതിയിൽ ക്ഷേത്രത്തിലെ എത്തിയ ഭക്തർ കാണുകയും പരാതിപ്പെടുകയും ചെയ്തു. എന്തിനാണ് ഈ മിഠായി വിതരണത്തിൽ ഭക്തർക്ക് പരാതി ഉണ്ടാകുന്നത്? മറ്റൊന്നുമല്ല, ആ മിഠായിയുടെ പുറം കവറിൽ ഈദ് മുബാറക്ക് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിനകത്താണ് എന്ന് ചോദിക്കണം. ഗുരുവായൂർ പ്രദേശത്ത് മുസ്ലിം പള്ളികളില്ലാഞ്ഞിട്ടല്ല, ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അയാൾ നടത്തിയത്. പോലീസ് അയാളെ പിടികൂടി. ഇത്തവണ എന്തായാലും പോലീസ് കമ്മീഷണർ രംഗത്ത് വന്നില്ല, പകരം DGP
റാവഡ ചന്ദ്രശേഖർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി ഇയാൾ മനോരോഗിയാണ്, കശ്മീരിൽ ഇയാളുടെ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്, ഇയാളെ അവർക്ക് വിട്ടുകൊടുക്കും, ഇപ്പോൾ ഇയാളെ തിരുവനന്തപുരം മനോരോഗ ചികിത്സാലയത്തിൽ പെരുകടയുള്ള മനോരോഗ ചികിത്സാലയത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണ് എന്ന വിശദീകരണം നൽകി. അബ്ദുൽ ഹക്കീം, താരിഖ് അൻവർ എന്ന മുഷ്താഖ് അഹമ്മദ് പണ്ഡിറ്റ് ഇവരെല്ലാവരും മനോരോഗികളാണ്. പക്ഷേ അവരെല്ലാം ഏർപ്പെടുന്ന പ്രവർത്തികൾ കൃത്യമായും ഹിന്ദുക്കൾക്കെതിരെ, ഹൈന്ദവ ആചാരങ്ങൾക്കെതിരെ, ഹിന്ദു ദൈവങ്ങൾക്കെതിരെയുള്ള പ്രവർത്തികളിലായിരിക്കും. അങ്ങനെയുള്ളൊരു മനോരോഗത്തിന് അടിസ്ഥാന കാരണം ഒന്നേ ഉള്ളൂ. പല മനോരോഗങ്ങൾക്കും കാരണങ്ങൾ പലതാണ്. പെട്ടെന്നുണ്ടാകുന്നൊരു ഷോക്കാകാം, അത് മനഃശാസ്ത്രജ്ഞന്മാർ പറയേണ്ട കാര്യമാണ്. പക്ഷേ ഈ അബ്ദുൽ ഹക്കീമിനും ഈ താരിഖ് അൻവറിനുമുള്ള മനോരോഗത്തിന് പ്രത്യേകിച്ച് മനഃശാസ്ത്രജ്ഞന്മാർക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമില്ലാത്തൊരു മനോരോഗമാണ്. അത് മതപഠനശാലകളിൽ നിന്ന് അവരുടെ തലയിൽ കുത്തി നിറയ്ക്കുന്ന വിഷത്തിൻ്റെ ഒരു പരിണാമ ഫലമായി ഉണ്ടാകുന്ന, അല്ലെങ്കിൽ വിഷത്തിൻ്റെ ഒരു പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന മനോരോഗമാണ്. ഈ മനോരോഗ വിദഗ്ധർക്ക് ചികിത്സിച്ചാൽ ഭേദമാക്കുവാൻ സാധിക്കില്ല. ഇതിനുള്ള ചികിത്സ വേറെയാണ്. കാലാകാലത്ത് ഗുജറാത്തിലൊക്കെ അത്തരത്തിലുള്ള ചികിത്സകൾ നൽകിയിട്ടുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. അതിനെ നമ്മളൊരിക്കലും പിന്തുണയ്ക്കുന്നില്ല. അത്തരത്തിലുള്ള ചികിത്സകൾ ഫലപ്രദമാകുമോ അല്ലയോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചികിത്സ വേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിച്ച് ഉറപ്പിക്കേണ്ടത് നമ്മുടെ നിയമ സംവിധാനങ്ങളാണ്. കാരണം നിയമ സംവിധാനങ്ങൾ ഇത്തരത്തിൽ പരാജയപ്പെടുമ്പോൾ, കാരണം കോടതി ഇടപെട്ട് നിയമ സംവിധാനങ്ങൾ മനോരോഗി എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും അയാൾക്കെതിരെ പോസ്റ്റുകൾ ചെയ്യുന്ന, അയാൾ കാണിച്ച ഈ ഒരു ഹീനപ്രവൃത്തിയെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടികളെടുക്കുമെന്ന ഭീഷണിയുമായി പോലീസ് സംവിധാനം രംഗത്ത് വന്നപ്പോൾ കോടതി ഇടപെടേണ്ടി വന്നൊരു സാഹചര്യമുള്ള നാട്ടിൽ നിയമം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് DGP റാവഡ ചന്ദ്രശേഖറിനെ പോലുള്ളവർ തന്നെയാണ്, ആഭ്യന്തരമന്ത്രിയാണ്. ഇനി ഹിന്ദുക്കളോടൊരു കാര്യം പറയാം. നമ്മളും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കണ്ടിട്ട് എന്താണല്ലേ, നമുക്കെതിരെ എല്ലാവരും കൂടി പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കെതിരെ എല്ലാവരും കൂടി പ്രവർത്തിച്ച് തന്നെ തുടരും. എന്തുകൊണ്ട്? എൻ്റെയും നിങ്ങളുടെയും കയ്യിലിരിപ്പ് കൊണ്ട് നമ്മളെ കൊണ്ട് കൊള്ളില്ലാഞ്ഞിട്ട്. എന്തുകൊണ്ട് കൊള്ളില്ല എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്, നിരവധി കാരണങ്ങളുണ്ട്. ഏറ്റവും പുതിയൊരു ഉദാഹരണം ഞാൻ പറയാം. B. ഗോപാലകൃഷ്ണൻ അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയായി ഗുരുവായൂരിൽ മത്സരിച്ചപ്പോൾ കൃത്യമായൊരു വിഷയം ഉയർത്തിയിരുന്നു. ഗുരുവായൂരിൽ മുസ്ലിങ്ങളല്ലാതെ ഇന്ന് വരെ നിയമസഭാ സാമാജികരായി ഒരാൾ പോലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട്? അത് വലിയ വിവാദമായി. വർഗീയത പറയുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഒരു ഇഞ്ച് പിന്നോക്കം മാറാതെ, ഒരടി പിന്നോക്കം വയ്ക്കാതെ അദ്ദേഹം കൃത്യമായി അന്നോളം 2026 തിരഞ്ഞെടുപ്പ് വരെ ഉള്ള കാലഘട്ടങ്ങളിൽ ഗുരുവായൂരിൽ നിന്ന് നിയമസഭാ സാമാജികരായി തിരഞ്ഞെടുത്ത ആളുകളുടെ എല്ലാം പേരുകൾ അച്ചടിച്ച വലിയൊരു ഫ്ലെക്സ് അവിടെ സ്ഥാപിച്ചു, അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി. ഹിന്ദുക്കളിൽ പോലും പലരും അത്തരത്തിലൊരു നീക്കം വേണ്ടായിരുന്നു. എന്തിനാണ് നമ്മളിങ്ങനെ വർഗീയത പറയുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് പരിചയവുമുണ്ട്. ഇത്തരത്തിലുള്ള ഈ വളരെ ഫോഴ്സ്ഡായിട്ടുള്ള, നമ്മൾ ബലപൂർവം നമ്മൾ തന്നെ നമ്മുടെ ബലപ്രയോഗത്തിലൂടെ നാം തന്നെ എടുത്തെറിയുന്നൊരു മതേതര കുപ്പായമുണ്ടല്ലോ, അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കഴിവുകേട്. കാരണം ഗുരുവായൂരപ്പൻ്റെ നാട്ടിൽ ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിട്ടുള്ള ഒരാൾ നിയമസഭാ സാമാജികനാകണം എന്ന് പറയുവാൻ ഹിന്ദുക്കൾക്ക് അവകാശമില്ല. എന്നാൽ അവിടെ മുസ്ലിങ്ങൾ കാലാകാലങ്ങളായി ജയിച്ചു വരുന്നു എന്ന് അഭിമാനപൂർവ്വം പറയുവാൻ, അല്ലെങ്കിൽ മുസ്ലിമായതാണ് ഞങ്ങളുടെ 5 നേരം നിസ്കരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പരസ്യമായി പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന മുസ്ലിം ലീഗുകാർ ഈ നാട്ടിൽ അനുവദനീയമായൊരു കാഴ്ചയാണ്, അല്ലെങ്കിൽ സ്ഥിരമായ സ്വാഭാവികമായൊരു കാഴ്ചയായി എന്ന് നമ്മൾ അംഗീകരിച്ചു തുടങ്ങിയോ അന്ന് തുടങ്ങി നമ്മുടെ കഴിവുകേട്. ആ കഴിവുകേട് നമ്മൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ബലപൂർവം എടുത്തണിയുന്ന സ്വഭാവം, അത് അണിഞ്ഞണിഞ്ഞിപ്പോൾ നമുക്കതൊരു ശീലമായി. നമ്മൾ കഴിവുകെട്ടവരാണെന്ന് സ്വയം സമ്മതിക്കാൻ നമുക്ക് മടിയാണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഉപബോധ മനസ്സിൽ ആ ഒരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ നാം തന്നെ നമ്മെ വിശേഷിപ്പിക്കുന്നൊരു രീതി ഉറഞ്ഞുകൂടിക്കഴിഞ്ഞു. കഴിവുകെട്ടവരാണ് നമ്മൾ. ആ കഴിവുകേടിൻ്റെ അനന്തരഫലങ്ങളാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഇറക്കുവാൻ ഇതുപോലുള്ള വൃത്തികെട്ട ഹോട്ടലുകൾ ധൈര്യപ്പെടുന്നതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ. കാരണം നമ്മുടെ കഴിവുകേടാണ്. നമുക്കിതിനെതിരെ പ്രതികരിക്കാൻ, നിയമപരമായും സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും പ്രതികരിക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കില്ല. ചാരുകസേരയിലിരുന്ന് അഭിപ്രായങ്ങൾ പറയുവാൻ വളരെ എളുപ്പമാണ്. മുന്നോട്ടിറങ്ങി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നതാണ്
ബുദ്ധിമുട്ടുള്ള കാര്യം. അത്തരത്തിലുള്ള പ്രവർത്തികൾ അവരുടെ തെറ്റായ നടപടികൾക്ക് വേണ്ടി ഒരു സങ്കോചവും കൂടാതെ സംശയലേശമന്യേ ചെയ്യുവാൻ അവർക്ക് ആളുകളുണ്ട്, നമുക്ക് ആളുകളില്ല. അവരെ എല്ലാം പോയി തല്ലിക്കൊല്ലണമെന്നോ അവരെ ഉപദ്രവിക്കണമെന്നോ അല്ല ഞാൻ പറഞ്ഞത്. നിയമ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, നിയമം പഠിച്ചവരുണ്ട്, ഇതിന് തയ്യാറായ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവർക്കെതിരെയുള്ള നിയമപരമായ നടപടികൾ കൈക്കൊള്ളുവാൻ തയ്യാറായ സംഘടനകളുണ്ട്. പക്ഷെ പലപ്പോഴും അവർക്ക് നേരിട്ട് ഇതിൽ ഇടപെടുവാൻ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നിയമമോ അവരെ അനുവദിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഒരാൾ മുന്നിട്ടിറങ്ങിയാൽ ആ വ്യക്തിയെ പിന്തുണയ്ക്കുവാൻ ഇത്തരം സംഘടനകൾക്കാകും. ഇത്തരത്തിലുള്ള ഒരു സമന്വയം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാത്തിടത്തോളം കാലം ഓരോ ഹോട്ടലുകളുടെ എണ്ണം ഗുരുവായൂരപ്പന് ചുറ്റും പെരുകിക്കൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള മാദക റാണിമാർ ചെസ്സ് കളിക്കുവാൻ നമ്മുടെ നാട്ടിലെ യുവമിഥുനങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുകയും തദ്വാര ഏതെങ്കിലും കശ്മീരി ഭീകരവാദി അവിടെ വന്ന് താമസിക്കുകയും താമസിയാതെ ഗുരുവായൂർ അമ്പലത്തിൽ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യം വളർന്നു വരുന്നുണ്ട്, വികസിച്ച് വരുന്നുണ്ട്. അതിനുള്ള അടിത്തറ കാലാകാലങ്ങളായി ജിഹാദികൾ ഗുരുവായൂരപ്പനെ ചുറ്റി വളഞ്ഞ് സ്ഥാപിച്ചിട്ടുമുണ്ട്. ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ അത് വലിയ മതവിരുദ്ധമായി അല്ലെങ്കിൽ വർഗീയതയായി മതേതരത്വം നിറഞ്ഞ കേരള നാട്ടിൽ അല്ലെങ്കിൽ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന കേരള നാട്ടിൽ അത് അക്ഷന്തവ്യമായൊരു തെറ്റായി. ഒരു തെറ്റുമില്ല, തെറ്റ് നമ്മുടെ ഭാഗത്താണ്, കഴിവുകേട് നമ്മുടെ ഭാഗത്താണ്. അത് തിരിച്ചറിയുന്ന ദിവസം ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുവാനുള്ള ധൈര്യം ആരാണോ ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ പിന്നിൽ ആരാണോ അവർക്കൊക്കെ ഇല്ലാതായി തുടങ്ങും. അതുവരെ ഇതൊക്കെ സഹിക്കുക. കണ്ട് ബ്ലഡ് പ്രഷർ കൂടി രാജീവ് ചന്ദ്രശേഖരൻ എന്തുകൊണ്ട് ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ ആക്രോശിക്കാം. അതുകൊണ്ടും ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. ചാരുകസേരയിൽ കിടക്കാനാണ് തീരുമാനമെങ്കിൽ അത് തുടർന്നോളൂ. അവരുടെ പ്രവർത്തികൾ തുടരും, നമുക്ക് നമ്മുടെ പ്രവർത്തികളും തുടരാം. ഇത്രയും വൈകാരികമായോ അല്ലെങ്കിൽ ഇത്രയും കുറച്ചൊരു രൂക്ഷമായ ഭാഷയിലോ ഇത് പറഞ്ഞത് അങ്ങനെ മാത്രമേ ഇത് പറയുവാൻ സാധിക്കുകയുള്ളൂ, അങ്ങനെ മാത്രമേ ഈ വിഷയം പറയുവാൻ പാടുള്ളൂ. അതുകൊണ്ടാണ്. എന്തായാലും എന്താണ് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായമെന്നുള്ളത് അല്ലെങ്കിൽ അഭിപ്രായങ്ങളെന്നുള്ളത് യോജിപ്പാകാം, വിയോജിപ്പാകാം. വിയോജിപ്പുള്ളവരോട് പ്രത്യേകിച്ച് ഇനിയൊരു സംവാദത്തിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് യോജിക്കുന്നവരോട് നിങ്ങൾക്കിനി എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള തരത്തിലുള്ളൊരു സംവാദം തുടർന്നു പോകാം. വിയോജിക്കുന്നവരോട് അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ജനാധിപത്യം നിങ്ങൾക്ക് തരുന്നൊരു സ്വാതന്ത്ര്യമാണ്. ഭാരതം വിട്ടാൽ ജനാധിപത്യം ഏഷ്യയിൽ എവിടെയെങ്കിലും അന്വേഷിക്കണമെങ്കിൽ ജപ്പാൻ വരെ പോകേണ്ടി വരും നിങ്ങൾക്ക് എന്നുള്ള ഒരു സത്യവും മനസ്സിലാക്കിക്കൊണ്ട് ജനാധിപത്യം നിങ്ങൾക്ക് ഹിന്ദുത്വം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രം അനുഭവവേദ്യമായ ജനാധിപത്യം ആസ്വദിച്ച് നിങ്ങൾ ചാരുകസേരയിൽ തന്നെ തുടർന്നുകൊള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഒപ്പം തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വീണ്ടും കാണാം. സംവാദങ്ങൾ തുടരട്ടെ. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.